Hi, hello friends, namaskaram. Welcome back to my channel Srees Cooking World. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെഡ്ഡിംഗ് കേക്ക് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വെഡ്ഡിംഗ് കേക്ക് ഞാൻ ഒരുപാട് ആഗ്രഹത്തോടുകൂടിയും സന്തോഷത്തോടും കൂടി ചെയ്ത കേക്കാണ്. കാര്യം എന്താ വെച്ചാൽ ഇതെന്റെ സിസ്റ്ററിന്റെ മാരേജ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചെയ്ത കേക്കാണ് കേട്ടോ. എല്ലാ കേക്കും ഞാൻ ഒരുപാട് ഡെഡിക്കേഷനോടുകൂടി തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എങ്കിലും എസ്പെഷ്യലി ഇതെന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ട് ചെയ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. സിസ്റ്റർ എന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ സിസ്റ്റർ ആണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കേക്കിൽ ഫോട്ടോ പ്രിൻ്റ് എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിൻ്റാണ് കേട്ടോ മുകളിൽ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് ഫോണ്ടൻ്റെ വർക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ആരുടെയെങ്കിലും കല്യാണമാണെങ്കിൽ നമ്മൾ നല്ല ബിസി ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ അന്ന് നല്ല ബിസി ആയിരുന്നു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കേക്കിൻ്റെ മാക്സിമം എടുക്കാൻ പറ്റുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്കൊക്കെ കുറച്ച് മിസ്സായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെങ്കിലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ ചെയ്തിട്ടുള്ള സെയിം സ്പോഞ്ച് തന്നെയാണ് കേട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ശ്രീസ് കുക്കിംഗ് വേൾഡ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും മതി യൂട്യൂബിൽ. പിന്നെ ഓരോ സ്പോഞ്ചും കാണിക്കുമ്പോൾ ഞാൻ പറയാം കേട്ടോ എത്ര എഗ്ഗാണ് യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ എഡിബിൾ ഫോട്ടോ പ്രിൻറ്റ് വെഡ്ഡിംഗ് കേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ വെഡ്ഡിംഗ് കേക്കിന് ആവശ്യമായിട്ടുള്ള സ്പോഞ്ചെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ചെല്ലാം നമ്മൾ ഓവൻ ഇല്ലാണ്ട് തന്നെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് ഓരോ സ്പോഞ്ചായിട്ട് എടുത്തിട്ട് ഇത് കേക്കിന് ആവശ്യമായിട്ടുള്ള എഗ്ഗും പിന്നെ കേക്കിൻ്റെ ടിന്നിൻ്റെ സൈസും എത്രയൊക്കെയാണെന്നുള്ളത് പറയാം. ഏറ്റവും അടിയിൽ വെക്കുന്ന സ്പോഞ്ചാണിത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ്. ഓവൻ ഇല്ലാതെ തന്നെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലൊക്കെ ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചധികം സമയം എടുക്കും കേട്ടോ ബേക്കായി കിട്ടാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്തത് 1 കപ്പ് മൈദയും 4 എഗ്ഗും വെച്ചിട്ട് ആദ്യം ഒരു സ്പോഞ്ച് റെഡിയാക്കി എടുത്തു. അതേപോലെ തന്നെ പിന്നെ 2 സ്പോഞ്ചും കൂടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 3 സ്പോഞ്ചാണ് കേട്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റും ആയിരുന്നു. എന്തായാലും നമ്മൾ ഒരു സ്പോഞ്ച് ചെയ്തെടുത്താലും പിന്നെ ലെയറായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലെയറായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനെ ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുമിച്ച് ബേക്ക് ചെയ്യുന്നതിനെക്കാട്ടി നമുക്ക് കുറച്ചും കൂടി ഒന്ന് എളുപ്പത്തിൽ ബേക്കായി കിട്ടിക്കോളും. അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാതെ ഒരു കേക്കായിട്ട് തന്നെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ടൊക്കെ കട്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഒരുപാട് തിന്നാക്കേണ്ട ആവശ്യമില്ല. ലെയർസ് കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് തന്നെയാവും ഈ അടിയിലത്തെ കേക്ക് എപ്പോഴും നല്ലത് കേട്ടോ. അടുത്തയായിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 കേക്കാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. 7 ഇഞ്ചിൻ്റെയോ 8 ഇഞ്ചിൻ്റെയോ കേക്ക് ടിന്നിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സ്പോഞ്ച് ചെയ്യാനായിട്ട് 1 കപ്പ് മൈദയും 4 എഗ്ഗുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 സ്പോഞ്ചിനും കൂടെ വേണ്ടിയിട്ട് 2 കപ്പ് മൈദയും 8 എഗ്ഗുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 സ്പോഞ്ചും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് 1 സ്പോഞ്ചിന് വേണ്ടിയിട്ട് 2 എഗ്ഗും 1/2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ടിനും കൂടി വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും 4 എഗ്ഗുമാണ് കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓവനിലല്ലാണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തതെങ്കിൽ പോലും നല്ല സോഫ്റ്റ് ആയിരുന്നു ഓരോ സ്പോഞ്ചിനും. അപ്പോൾ ഇത്രയും സ്പോഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 6 കപ്പ് മൈദയും 24 എഗ്ഗുമാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്പോഞ്ചുകളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം ഐസിങ് ചെയ്യണം. ഇപ്പം ഞാനിത് ചെയ്ത് വെച്ചിട്ട് തന്നെ 2-3 മണിക്കൂറായി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ സാധാരണ ഒരു കേക്ക് ബോർഡാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നെ വെഡ്ഡിംഗ് കേക്കിൻ്റെ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറുന്ന സമയം കൊണ്ട് ഞാൻ 8.5 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ളതാണിത് കേട്ടോ. കേക്ക് ബോർഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തെടുത്ത കേക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് പഞ്ചസാരയിൽ 6 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത് കേട്ടോ. ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. സെയിം രീതിയിൽ തന്നെ കേക്ക് മൊത്തമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഈ കേക്ക് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി സെയിം രീതിയിൽ തന്നെ മറ്റ് 2 കേക്കും കൂടി ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കുകളെല്ലാം ഞാനൊന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് കേട്ടോ. അരമണിക്കൂറൊന്ന് തണുത്തതിന് ശേഷം മാത്രമാണ് നല്ലതുപോലെ ഐസിങ് ചെയ്യുക. ഇപ്പം നമ്മുടെ കേക്ക് അത്യാവശ്യം ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഐസിങ് ചെയ്യാൻ പോവാണ്. പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സ്ക്രാപ്പർ വെച്ച് ഞാൻ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് തന്നെ ഷാർപ്പ് എഡ്ജാക്കി എടുക്കുക. ഇപ്പം നമ്മൾ ഏറ്റവും താഴെ വെക്കണ കേക്ക്, അതായത് 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്ത കേക്ക് ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. അതാണ്ട് ഒരു ചെറിയ നീറ്റായിട്ടുള്ളൊരു ഈർക്കിലെടുത്തിട്ട് അതാണ്ട് ഇങ്ങനെ ചരിച്ചൊന്ന് വെച്ച് കൊടുക്കുകയാണേ. അവിടെ ചരിച്ചൊരു വര പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഒരേ ഷേപ്പിൽ തന്നെ കുറച്ച് അകലത്തിൽ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്താൽ മതിയാകും. നമ്മൾ ആദ്യം ചെയ്തത് ഒരു സൈഡിലേക്ക് മാത്രമാണ് കേട്ടോ ചരിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ചരിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കണോ? അപ്പോൾ ഈ കേക്കിൻ്റെ നമ്മൾ ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. മറ്റ് 2 കേക്ക് ഉണ്ടല്ലോ, അതും കൂടി സെയിം രീതിയിൽ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 3 കേക്കും ഒരേപോലെ തന്നെ ഞാൻ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇന്നൊന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ഇപ്പം ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കേക്ക് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ 3 കേക്കും അടിപൊളിയായിട്ട് തന്നെ ഇവിടെ തണുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ കല്യാണം കഴിഞ്ഞ് കേട്ടോ. കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. കാര്യം കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് തന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകുമ്പം കൊണ്ടുപോകാനായിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വെഡ്ഡിങ് കേക്കിൻ്റെ ബോർഡാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഗോൾഡൻ കളർ കേക്ക് ബോർഡാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. ഏകദേശം ഒരു 100-125 രൂപയുടെ അടുപ്പിച്ചായിരുന്നു റേറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കേക്കും ലെയറായിട്ട് വെച്ച് കൊടുക്കാം. ആദ്യം തന്നെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക് ഉണ്ടായിരുന്നല്ലോ ഏറ്റവും അടിയിൽ വെക്കണേ. അപ്പോൾ അത് ഞാൻ പതുക്കെ എടുത്തൊന്ന് വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ വെഡ്ഡിങ് കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിൽ അടുത്ത കേക്ക് വെക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്കിതിൽ കുറച്ച് സ്റ്റിക്ക് കുത്തി കൊടുക്കണം. അപ്പോൾ കേക്കിൽ വെക്കണ സ്ട്രോ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ഈ കേക്കിൻ്റെ ഹൈറ്റിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. കാരണം മുകളിലോട്ട് നമ്മൾ വെക്കുന്ന കേക്ക് മൂവ് ആവാതിരിക്കാനും നല്ല സെറ്റായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സ്ട്രോ ഇങ്ങനെ വെക്കുന്നത്. സ്ട്രോ കട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ 4 ഭാഗത്തായിട്ടാണ് കേട്ടോ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ സ്ട്രോ നമുക്ക് കേക്കിൻ്റെ ടൂൾസൊക്കെ വാങ്ങുന്ന ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഈ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് അടുത്ത കേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്ത കേക്കാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടൊന്ന് സെറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഉണ്ടല്ലോ അത് മുകളിലായിട്ടൊന്ന് കറക്റ്റ് അടയാളത്തിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇത് കേട്ടോ. പാത്രം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ആ പാത്രത്തിൻ്റെ ഒരു അടയാളം അതിലിങ്ങനെ ഉണ്ടായിരിക്കും കേക്കിൻ്റെ മുകളിലായിട്ട്. അപ്പം ആ ഒരു കണക്കാക്കി നമ്മൾ അടുത്ത കേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോയില്ല കേക്ക്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പം പാത്രം വെച്ചിട്ട് അതിൻ്റെ അടയാളം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സെക്കൻഡ് കേക്ക് നമ്മൾ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ സ്ട്രോ, അതേപോലെ തന്നെ ഇതിൻ്റെ ഹൈറ്റിൽ നമ്മൾ വെച്ച് കൊടുക്കണം. ഇപ്പോൾ വെച്ച് കൊടുത്ത കേക്കിൻ്റെ ഹൈറ്റിലും സ്ട്രോ ഒന്ന് കട്ട് ചെയ്ത് 4 ഭാഗത്തായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത കേക്കും കൂടി വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ 3 ടയർ കേക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി 3 കേക്കും കൂടി നല്ല ഒരുമിച്ച് ഉറച്ചൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്ട്രോ ഇറക്കി മുകളിലത്തെ കേക്കിൻ്റെ നടുക്ക് ഭാഗത്തുകൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് മുകളിൽ നിന്നും താഴെ അറ്റം വരെ വരുന്ന സ്ട്രോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ 3 സ്ട്രോ ആണ് കേട്ടോ മുകളിൽ കൂടി ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തത്. അപ്പം ഇനി നമുക്കിത് കേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ അതൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കേക്ക് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഫോണ്ടൻ്റ് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ഫോണ്ടൻ്റ് കുഴച്ചെടുക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
കുഴച്ചതിന് ശേഷം ഞാൻ റിബൺ പോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമ്മളുടെ കേക്കിന് ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്കിൽ ഈ ഫോണ്ടൻറ്റ് നന്നായിട്ടൊന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊണ്ട് ജസ്റ്റ് വെള്ളം ഒന്നാക്കിയിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് വെച്ച് കൊടുത്താൽ മതിയാകും. എന്നിട്ട് കേക്കിൻ്റെ അടിയിൽ ഇതാ ഒരു ബോർഡർ പോലെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തും കൊടുത്താൽ മതി. അപ്പോൾ ഫോണ്ടൻറ്റ് വെച്ച് ചെയ്യുന്ന കേക്ക് നമ്മുടെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിൽ ഞാൻ വീഡിയോ ഇങ്ങനെ കുഴച്ചെടുക്കുന്നതൊക്കെ മിസ്സായി പോവുകയും ചെയ്തു. അപ്പോൾ ഫോണ്ടൻറ്റിൻ്റെ ഒരു കേക്ക് തന്നെ നമുക്കൊരു പ്രാവശ്യം ചെയ്യാം കേട്ടോ. അങ്ങനെ താഴത്തെ കേക്കിൽ മൊത്തമായിട്ട് തന്നെ നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തു. ഇനി മുകളിലത്തെ 2 കേക്കിലും കൂടെ സെയിം രീതിയിൽ തന്നെ ഒന്ന് ബോർഡർ വെച്ച് കൊടുക്കാം. അങ്ങനെ 3 കേക്കിന് നമ്മൾ ബോർഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫോണ്ടൻ്റെ കുക്കീസിൻ്റെ ഹാർട്ട് ഷേപ്പ് വെച്ചൊന്ന് കട്ട് ചെയ്തിട്ട് മുകളിലത്തെ കേക്കിലായിട്ട് ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇത് ഫോട്ടോ പ്രിൻറ്റ് കേക്കാണെന്നുള്ളത്. അപ്പോൾ കേക്കിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള ഫോട്ടോ പ്രിൻ്റാണിത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഷുഗറിൻ്റെ ഒരു ഷീറ്റാണ്. ഇതിൻ്റെ കളറും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള കളറാണ് കേട്ടോ. ഈ ഷുഗറിൻ്റെ ഷീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ A4 സൈസ് ഷീറ്റ് ഉണ്ടല്ലോ, അത്രയും സൈസാണുള്ളത്. ഞാൻ ഈ ഫോട്ടോ പ്രിൻ്റ് എടുത്തത് നമ്മളുടെ കൊല്ലം സൂപ്പർ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഫോട്ടോ പ്രിൻറ്റിന് വേണ്ടിയിട്ട് ഒറിജിനൽ ഫോട്ടോ അല്ല കേട്ടോ കൊടുക്കേണ്ടുള്ളത്. ഏത് ഫോട്ടോ ആണെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ ഇമെയിൽ ID മെയിൽ ചെയ്യുകയാണ് ചെയ്യാറ്. ഞാനിപ്പോൾ ഇത് മുകളിൽ നമ്മൾ വെച്ച കേക്ക് ഉണ്ടായിരുന്നല്ലോ, അതിലേക്കാണ് ഇപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ മുകളിലത്തെ കേക്ക് 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലായിരുന്നല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൻ്റെ സൈസ് പറഞ്ഞിട്ട് ഞാൻ കറക്റ്റ് ഷേപ്പിൽ എടുത്തതാണ് കേട്ടോ ഈ ഫോട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 200 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരുപാട് ദിവസം മുന്നേ എടുത്ത് വെക്കാണ്ടിരിക്കുക. എപ്പോഴാണോ നമ്മളിത് കേക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തലേന്നോ പോയിട്ട് എടുത്താൽ മതി കേട്ടോ. ഫോട്ടോ പ്രിൻ്റ് എടുത്തതിന് ശേഷം അവർ തന്നെ ഒരു വൈറ്റ് കവറിലാക്കിയാണ് നമുക്കിത് തരിക. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടല്ലോ ഇങ്ങനെ മടങ്ങാതെയും പിന്നെ മുകളിലൊക്കെ ഇങ്ങനെ വെയിറ്റൊക്കെ വെക്കാതെയും നീറ്റായിട്ട് തന്നെ സൂക്ഷിക്കുക. നമ്മളിത് നേരത്തെ എടുത്തു വെച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കേക്കിൽ അപ്ലൈ ചെയ്യുന്ന സമയമുണ്ടല്ലോ അപ്പോൾ ഈ ഷുഗർ ഷീറ്റ് ഇങ്ങനെ വലിച്ച് എടുക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കേക്ക് ചെയ്യുന്നതിൻ്റെ അന്നോ അല്ലെങ്കിൽ തലേന്നോ പോയിട്ട് എടുത്താൽ മതിയാകും. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാലും ഫ്രിഡ്ജിലൊന്നും അല്ല കേട്ടോ വെക്കേണ്ടത്, റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഷുഗർ ഷീറ്റിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ളൊരു പ്ലാസ്റ്റിക് കവറുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ കേക്കിൻ്റെ മുകളിലായിട്ട് ഈ ഷുഗറിൻ്റെ ഷീറ്റ് വെക്കാനായിട്ട്. അതേപോലെ തന്നെ ഇങ്ങനെ വലിച്ചിളക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ വലിച്ചിളക്കുക കേട്ടോ. ഇനി പെട്ടെന്ന് ഇളകി വരുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്രീസറിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം പെട്ടെന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കാൻ നോക്കുക. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇളകി വരും കേട്ടോ. ഫ്രീസറിൽ 2 മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ മതിയാകും, അതിൽ കൂടുതലൊന്നും വെക്കല്ലേ. ശ്രദ്ധിച്ച് തന്നെ പതുക്കെ ഇങ്ങനെ ഈ ഫോട്ടോ ഇളക്കിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാകും. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 4 ചുറ്റുമായിട്ട് നമുക്ക് ഒരു ബോർഡർ വരച്ചു കൊടുക്കാം. ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീമാക്കി എടുത്തിട്ടുണ്ട്. ഓപ്പൺ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബോർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കേക്കിൽ വെച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഫ്രഷ് ഫ്ലവർ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ കുറച്ച് തണ്ട് വെച്ചതിന് ശേഷം ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇത് നിങ്ങൾ വാങ്ങുമ്പോഴുണ്ടല്ലോ കേക്കിൽ വെക്കുന്നതിൻ്റെ തലേ ദിവസം വാങ്ങിക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ആ തണ്ടിട്ട് വെക്കുകയാണെങ്കിൽ കേക്കിൽ വെക്കുന്ന ദിവസം ആകുമ്പോഴത്തേക്കും, അതായത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും കുറച്ച് വിടർന്നിരിക്കുക. അത് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇതിപ്പം കുറച്ചേ വിടർന്നിട്ടുള്ളൂ. കാര്യം എനിക്ക് തലേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ കേക്കിൽ വെക്കുന്നതിൻ്റെ അന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കട്ട് ചെയ്ത് കളയുന്ന ഈ തണ്ടുണ്ടല്ലോ ഇത് നമുക്ക് കുഴിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാ ഫ്ലവറിൻ്റെയും വലിയ തണ്ടൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം റോസിനോട് ചേർന്നിരിക്കുന്ന ചെറിയ തണ്ടുണ്ടല്ലോ ആ ഭാഗം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഓരോ ഫ്ലവറും എടുത്തതിന് ശേഷം ഒരു ലീഫും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ക്ലിംഗ് റാപ്പ് വെച്ച് നന്നായിട്ട് ആ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. കാരണം നമ്മൾ കേക്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും വാഷ് ചെയ്തതാണെങ്കിലും പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഇങ്ങനെ ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യുന്നത് കേട്ടോ. റോസ് സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗമെല്ലാം ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തതിന് ശേഷം ഞാൻ റോസ് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. ഈ ഫ്ലവർ ഉണ്ട്, ഇതും കൂടി ചെറുതായിട്ട് റോസിൻ്റെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെച്ച് കൊടുക്കാം. അതും സ്റ്റിക്ക് ചെയ്ത ഭാഗം ഒന്ന് വാഷ് ചെയ്തിട്ട്
ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ 3 ഭാഗത്തായിട്ടാണ് കേട്ടോ ഫ്രഷ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഗോൾഡൻ ഷുഗർ ബാൾസ് മുകളിൽ ഇങ്ങനെ ബോർഡർ ചെയ്തതിൻ്റെയും പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്തതിൻ്റെയൊക്കെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഗോൾഡൻ ഷുഗർ ബാൾസ് ഒക്കെ വെച്ച് നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നല്ലോ കുക്കീസ് കട്ടർ വെച്ചിട്ട് ചെയ്ത ഫോണ്ടൻറ്റ് വർക്ക് ചെയ്ത്, അപ്പോൾ അതിൻ്റെ 4 ചുറ്റിലും ഞാൻ എന്ത് ചെയ്തു, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫോണ്ടൻറ്റിൻ്റെ ബോർഡർ കൊടുത്തതിൻ്റെ അടുത്തായിട്ട് തന്നെ ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ബോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബാർബിയുടെ ബോക്സിനും പിന്നെ അല്ലാതെ 2 ബോക്സ് വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യാൻ വിചാരിച്ചെങ്കിൽ ഇത് കറക്റ്റായിട്ടുള്ളൊരു ബോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏറ്റവും അടിയിലിരിക്കുന്ന കേക്ക് നമ്മൾ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ചെയ്തെങ്കിലും അതിൻ്റെ കേക്ക് ബോർഡ് ഞാൻ എടുത്തിരുന്നത് 14 ഇഞ്ച് സൈസാണ് കേട്ടോ. ഫ്ലവറൊക്കെ ഇങ്ങനെ അമങ്ങിയിരുന്നൊന്നും പറ്റണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ബോർഡ് 14 ഇഞ്ച് സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് തന്നെ കറക്റ്റ് ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കേക്ക് കൊണ്ടുപോകുന്ന അവിടേക്ക് ഒരു ഇത്തിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാറിലിങ്ങനെ ഇരിക്കുമ്പോൾ കറക്റ്റ് ബോക്സും കൂടി ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് കേക്ക് മൂവ് ആവുന്നുണ്ടായിരുന്നു. ഇത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് സുമേഷേട്ടെ ഒരു സാധാരണ ബോക്സ് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ കേക്ക് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വൈകിട്ടൊരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിത് ആ കേക്കൊക്കെ ആയിട്ട് ഇറങ്ങുവാണ്. കറക്റ്റ് ബോക്സും കൂടി ഇല്ലാതെ കേക്ക് ഇങ്ങനെ അനങ്ങുന്ന കാരണം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സുമേഷേട്ടനാണ് കേട്ടോ അങ്ങ് വരെയും പിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അങ്ങ് നല്ല സേഫായിട്ട് തന്നെ എത്തിക്കാൻ പറ്റി. ഇതാണ് കേട്ടോ എൻ്റെ കസിൻ സിസ്റ്റർ. അങ്ങനെ നമ്മളിത് അവിടെ എത്തി അവർ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഒരുപാട് പേരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്റർ സ്വാതിക്കും ഹസ്ബൻഡ് മണിലാലിനും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വിവാഹ മംഗളാശംസകൾ. ഒപ്പം നിങ്ങൾ പുതിയ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹവും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എല്ലാവരും. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ഇട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.